നിനക്കൊരു വിശാലത ദൈവം തരാൻ പോവാ. എന്നോട് ദൈവം പറയുക, ചിലരുടെ പാർപ്പിടങ്ങൾ മാറാൻ പോവുക. നീ കുറേ നാൾ കൊണ്ട് ഇടുങ്ങി പാർക്കുക. അതല്ല നിനക്ക് ദൈവം നിനക്ക് ഒരുക്കിയത്, ശ്രേഷ്ഠമേറിയ ഒരു പാർപ്പിടം. ബൈബിളിൽ വായിക്കുക, ശിഷ്യന്മാരൊരിക്കൽ യേശുവിനോട് ചോദിച്ചു, ചിലരോടുള്ള ദൂത ശിഷ്യന്മാരൊരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടെ പെസഹ കഴിക്കണം? ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ ഒരു കുടം വെള്ളം കൊണ്ട് ഒരാൾ വരും. ഞാനൊരു ദൂത് പറയാം, നിന്നെ എത്തിക്കാനിടത്തെത്തിക്കാൻ അടയാളം തരുന്നവൻ യേശുവാ. ഇത് ചുമ്മാതെ കൈയടിക്കാൻ വിളിച്ചു കൂട്ടിയതല്ല. നിന്റെ ഭാവി നിർണയിക്കപ്പെടാൻ പോകുകയാ. നിന്റെ ഫ്യൂച്ചർ വെളിപ്പെടാൻ പോകുകയാ. ഒരു കുടം വെള്ളം കൊണ്ട് ഒരുത്തം വരും. ഈ കർത്താവ് പറയുന്ന പോലെ കേട്ടോണം, അവനോടൊന്നും ചോദിക്കരുത്, അവൻ്റെ പുറകെ പൊക്കോണം. അവൻ ഏത് വീട്ടിൽ കയറുന്നു ആ വീട്ടിലെ യജമാനനോട് ചോദിക്കണം. ഗുരു ചോദിക്കുന്നു, ഞങ്ങൾക്ക് പെസഹ കഴിക്കേണ്ട ശാല എവിടെ? അടുത്ത കേട്ടോണം, വിരിച്ചൊരുക്കിയൊരു വൻ മാളിക അവൻ കാണിച്ചു തരും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിനക്ക് വെക്കാത്ത വീട് തരാമെന്നും വെച്ചുണ്ടാക്കാത്ത തോട്ടം തരാമെന്നും വെട്ടാത്ത കിണർ തരാമെന്നും ബൈബിളിൽ വാഗ്ദത്തമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, നിന്റെ ഭാവിയെ ചലിപ്പിക്കുന്ന ഒരു മറുപടി.